എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന 3D ചിത്രം ഇന്നിതാ 6ാം ദിവസം പൂർത്തിയാക്കുകയാണ്. ബറോസ് എന്ന സിനിമയുടെ 5 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ, കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ കഴിഞ്ഞുപോയ ക്രിസ്മസ് ദിനത്തിലായിരുന്നു ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും കൂടുതലും ആകർഷിക്കുന്ന രീതിയിൽ ഒരുക്കിയ ബറോസ് എന്ന 3D ചിത്രം റിലീസായ ആദ്യ ദിവസം മുതൽ തന്നെ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് നേടാൻ സാധിച്ചതെങ്കിൽ പോലും ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യത്തിന് ചിത്രം കാണാൻ വേണ്ടി ആളുകൾ തിയേറ്ററിൽ കയറുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 8,80,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം ഇതുവരെ ചിത്രം നേടിയിരിക്കുന്നത് 1,30,00,000 രൂപയാണ്. 5 ദിവസം തിയേറ്ററിൽ പിന്നിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 13,90,00,000 പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാലും ഇതിന്റെ വ്യക്തത കൃത്യമല്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഏത് തിയേറ്ററിലാണ് കണ്ടെന്നുകൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു ലാലേട്ടൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.